മുത്തശ്ശി വലുതും കഴിച്ചോ? ഞാൻ ഫുഡ് എടുക്കട്ടെ? 6-7 തരം കറിയുണ്ട്, പിന്നെ പായസവുമുണ്ട്, അവൾ ചോദിച്ചു. ഇന്ദിരയ്ക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു. പാർവനുണ്ടാക്കിയ കറികളുടെയും പായസത്തിന്റെയും സമ്മിശ്ര ഗന്ധം മൂക്കിലടിച്ചപ്പോൾ അവർക്ക് വല്ലാതെ കൊതി തോന്നി. പക്ഷെ ഇന്ദിര സ്വയം നിയന്ത്രിച്ചു. വരട്ടെ, താൻ ഇവളുണ്ടാക്കിയ ഫുഡ് കഴിച്ചത് ശിഖ എങ്ങനെ അറിഞ്ഞാൽ തീർന്നു. തനിക്കുള്ള പാർസൽ അവൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇവൾ ഉണ്ടാക്കിയത് എങ്ങനെയെങ്കിലും കഴിക്കണം. ഷിഗയുടെ പ്ലാൻ പ്രകാരം എല്ലാം കുഴിവെട്ടി മൂടുന്നതിന് മുന്നേ കുറച്ചധികം ഫുഡ് ആരും അറിയാതെ അടിച്ചെടുക്കണം. അതിന് എന്തെങ്കിലും വഴി നോക്കാം. ഏതായാലും ഇപ്പോൾ വേണ്ട. ചിലപ്പോൾ ഷിഗയും അനാമികയും പെട്ടെന്ന് കയറി വന്നാലോ? മുത്തശ്ശി എന്താ ആലോചിക്കുന്നത്? വിശപ്പായില്ലേ? രാവിലെ പോയതല്ലേ? മോള് പായസം ഉണ്ടാക്കിയോ? ഷിഗ പറഞ്ഞു അടപ്രഥമൻ ഉണ്ടാക്കാൻ. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. എന്താ മുത്തശ്ശി? എന്റെ മോളെ, എനിക്ക് ഈ അടപ്രഥമന്റെ രുചി തീരെ ബോധിക്കില്ല. പണ്ട് മുതലേ അങ്ങനെയാ. മോളുണ്ടാക്കിയ സദ്യ കഴിക്കാന്ന് വിചാരിച്ച് വന്നതാ. സാരമില്ല, പിന്നീടൊരിക്കലാവാം. വിശന്നിട്ടാവും, നല്ല തളർച്ച. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ഇനിയിപ്പോ രാത്രിയിൽ എന്തെങ്കിലും കഴിക്കാം. സദ്യ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നെ പായസമില്ലാതെ കഴിക്കാൻ തോന്നുന്നില്ല. ഇന്ദിര മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞു. പാറവണ പെട്ടെന്ന് ആ കയ്യിൽ പിടിച്ചു. അയ്യോ മുത്തശ്ശി, പോകല്ലേ. മുത്തശ്ശി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമോ? ഞാൻ ഇഷ്ടമുള്ള പായസം ഉണ്ടാക്കി തരാം. അവൾ പറഞ്ഞത് കേട്ട് അവരുടെ മുഖം തെളിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പരിപ്പ് പായസം ആയിക്കോട്ടെ മോളെ. പരിപ്പൊക്കെ ആ ഷെൽഫിലുണ്ടാകും. നീ അത് ഉണ്ടാക്കു കേട്ടോ. ഞാൻ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. ഇന്നെന്റെ കൊച്ചുമോന്റെ പെണ്ണിന്റെ കൈപ്പുണ്യം ആസ്വദിച്ചിട്ട് തന്നെ കാര്യം. പാർവണയുടെ കവിൾ തട്ടിയിട്ട് ഇന്ദിര തന്റെ മുറിയിലേക്ക് പോയി. ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോഴേക്കും ഷിഗയുടെ കോൾ വന്നു. എന്തായി മുത്തശ്ശി? നീ പറയുന്നത് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് മോളെ. ഇന്ന് അവളുടെ കാര്യം പോക്കാ. പൂരപ്പണിയും ആദിയുടെ വക ദേഷ്യമാകുമ്പോൾ പാർവണ കുറെ വെള്ളം കുടിക്കും. അവളിപ്പോ അടുത്ത അധ്വാനത്തിലാ. പരിപ്പ് പായസം വെക്കൽ. ഇങ്ങനൊരു വിഡ്ഢി പരിശ. ഒന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ തന്നെ പഴയതെല്ലാം മറന്നു. ഞങ്ങളിപ്പോൾ വരാം മുത്തശ്ശി, ഷിഗ ഉത്സാഹത്തോടെ പറഞ്ഞു. ഒന്ന് വേഗം വാ, എനിക്ക് വിശക്കുന്നു. ദാ എത്തി. എന്തായി, ഏറ്റോ? ഷിഗ ഫോൺ വെച്ചതും അനാമിക ചോദിച്ചു. പിന്നല്ലേ, അതൊക്കെ മുത്തശ്ശി ഓക്കെയാക്കി. 1 മിനിറ്റ്, ഇനിയാണ് ആണിയടിക്കൽ. ഞാൻ ഏട്ടനെ വിളിക്കട്ടെ? ഷിഗ മൊബൈലെടുത്ത് ആദിയുടെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഏട്ടൻ്റെ ഒരു കാര്യം, ഏതു നേരവും തിരക്കാണ്. അത്യാവശ്യത്തിന് വിളിച്ചാൽ ഒന്ന് ഫോൺ എടുത്താൽ എന്താ? ഷിഗയ്ക്ക് ദേഷ്യം വന്നു. ഒന്നുകൂടി വിളിക്ക് ഷിഗ, നമുക്ക് ആദ്യം കിട്ടിയേ പറ്റൂ. അനാമിക അത് പറഞ്ഞതും ഫോൺ ബെല്ലടിച്ചു. ട്രൂ കോളിൽ തെളിഞ്ഞത് പാർവണയുടെ പേരായിരുന്നു. അവളാണല്ലോ വിളിക്കുന്നത്. അനാമിക ചേച്ചി, നമ്മളെ കാണാനിട്ടാവും, വേഗം ഫോൺ എടുക്ക്. ഷിഗ മൊബൈലെടുത്ത് ചെവിയിൽ വെച്ചു. മോളെ പാർവണയാ, നിങ്ങളിത് എവിടെയാ? മുറിയിൽ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നതാ ചേച്ചി. ആ പ്രൊജക്റ്റ് ഒരുവിധം തീർത്ത് സബ്മിറ്റ് ചെയ്തു. കാട്ടിക്കൂട്ടല. എന്നാലും കുഴപ്പമില്ല. ഞാൻ അനാമിക ചേച്ചിയും കൂട്ടി ഇപ്പോൾ തന്നെ വരാട്ടോ ഫുഡ് കഴിക്കാൻ. ഞാനിവിടെ മുത്തശ്ശിക്ക് വേണ്ടി പായസം വെക്കുകയാ. മുത്തശ്ശിക്ക് അടപ്രഥമൻ ഇഷ്ടമല്ലത്രേ. എന്നിട്ട് തീർന്നോ? ഇല്ല, ചെയ്യുന്നതേയുള്ളൂ. അരമണിക്കൂർ കൂടി വേണ്ടി വരും. ഏട്ടത്തി വല്ലാതെ തളർന്നു കാണുമല്ലേ? സോറി കേട്ടോ. അത് കുഴപ്പമില്ല ഷിഗ, വേഗം വാ. ചൂടാതെ സദ്യ കഴിക്കാം. ഏട്ടത്തി കഴിച്ചോ? ഇല്ല മോളെ, നിങ്ങളാരും കഴിക്കാതെ എങ്ങനെയാ മുത്തശ്ശിയും കഴിച്ചില്ല? എന്നാൽ ശരി, ഞങ്ങൾ വന്നിട്ട് കഴിച്ചാൽ മതി കേട്ടോ. എനിക്ക് ഏട്ടത്തിയുടെ കൂടെ ഇരുന്ന് സദ്യ ഉണ്ണാൻ ഒരു മോഹം. ശരി ശിവ, ഞാൻ വെയിറ്റ് ചെയ്യാം. പാർവണയുടെ സ്വരത്തിൽ ക്ഷീണം പ്രകടമായിരുന്നു. അത്രയും നേരത്തെ ഒറ്റയ്ക്കുള്ള കഠിനമായ അധ്വാനത്തിന് ശേഷം അവൾ വല്ലാതെ തളർന്നിരുന്നു. എവിടെയെങ്കിലും ഒന്നിരുന്നാൽ മതിയെന്ന് തോന്നി അവൾക്ക്. ദാ വരുന്നു. പാർവണയുടെ തളർന്ന മുഖം മനസ്സിൽ കണ്ടപ്പോൾ ഷിയയ്ക്ക് വലിയ സന്തോഷം തോന്നി. വീണ്ടും മൊബൈൽ ബെല്ലടിച്ചത് കണ്ടപ്പോൾ അവളുടെ മുഖം പൂർവാധികം പ്രകാശിച്ചു. നോക്ക് അനാമിക ചേച്ചി, ഏട്ടൻ തിരിച്ചു വിളിക്കുന്നു. വേഗം വേഗം എടുക്ക്. അനാമിക ധൃതി വെച്ചു. അവൾ ഒറ്റ കുതിപ്പിന് ഫോൺ എടുത്തു. ഹലോ ഏട്ടാ. എന്താ പൊന്നു വിളിച്ചത്? ആദിയുടെ സ്വരം കേട്ട്. ഏട്ടൻ ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിക്കാൻ ഓർഡർ തുടങ്ങുകയായിരുന്നു. ഇന്നിവിടെ കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചു. അയ്യോ ഏട്ടാ, അങ്ങനെ പറയല്ലേ പ്ലീസ്. ഏട്ടത്തി 10 തരം കറിയും 2 തരം പായസവും അടങ്ങിയ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പാവം രാവിലെ ഏട്ടൻ പോയ സമയത്ത് കിച്ചണിൽ കയറിയതാ. പാർവണയോ? ആദിയുടെ സ്വരം മാറി. ഇല്ല, അവളിന്ന് കിച്ചണിൽ കയറില്ല. എനിക്കുറപ്പാണത്. ഞാനത് അവളെ വിലക്കിയതാണ്. ആഹാ, ഇത് എത്രയും നേരിൽ കണ്ട ഞാൻ പറഞ്ഞിട്ട് ഏട്ടന് വിശ്വാസമാകുന്നില്ലേ? ഒരു 10 മിനിറ്റുള്ളിൽ വീട്ടിൽ വന്ന് നോക്കിയാൽ കാര്യം നേരിട്ട് കാണാം. പിന്നെ വേഗം വരണേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നിറങ്ങിയിട്ട് ഏട്ടൻ ചോദിച്ചാൽ എന്തെങ്കിലും നുണ പറയും. അല്ലെങ്കിലും ഏട്ടന്റെ വാക്കിനൊരു വിലയും കൽപ്പിക്കാത്ത ഭാര്യ പറയുന്നാണല്ലോ ഏട്ടന് വേദവാക്യം. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് കാണാൻ പറഞ്ഞത്. നാഴികയ്ക്ക് 40 വട്ടം പാർവണ മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ. ഏട്ടനോടുള്ള അവരുടെ ആത്മാർത്ഥം വന്ന് കണ്ട് നിർവൃതിയടയി. ആദിയുടെ നെഞ്ചിലുരഞ്ഞ് വേദനിപ്പിച്ച ചൂണ്ടക്കുളത്തായിരുന്നു ആ വാക്കുകൾ. ഞാനിപ്പോൾ വരാം. അവന്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ ഷിയയ്ക്ക് ഒന്ന് ആർത്ത് ചിരിക്കണമെന്ന് തോന്നി. ഫോൺ ഡിസ്കണക്ട് ആയതും അവൾ എഴുന്നേറ്റ് അനാമികയെ നോക്കി.
വാ ചേച്ചി പോകാം, ഇനിയാണ് പൂരം പൊടി പൊടിക്കാൻ പോകുന്നത്. പരിപ്പ് പായസത്തിന്റെ അവസാന പണികളിലായിരുന്നു പാർവണ. അതിലേക്ക് അല്പം കൂടി നെയ്യൊഴിച്ചിളക്കുമ്പോഴാണ് ഷികയും അനാമികയും വന്ന് കയറിയത്. പാർവണ അവരെ നോക്കി തളർച്ചയോടെ പുഞ്ചിരിച്ചു. എല്ലാം കഴിഞ്ഞു ഏട്ടത്തി, പായസം എത്ര ടൈപ്പ് വെച്ചു? ഷിക ഒരു താളത്തിൽ ചോദിച്ചു. 2 തരം. എന്തേ? അതെന്തേ 2 തരം? അല്ല, അത് ഞാൻ മോളോട് പറഞ്ഞില്ലായിരുന്നോ? അടപ്രഥമൻ വെച്ചപ്പോഴാ മുത്തശ്ശി പറഞ്ഞത് അതിഷ്ടമല്ലെന്ന്. പിന്നെ പരിപ്പ് വെച്ചു. കറികൾ എത്ര ടൈപ്പ് വെച്ചു പാർവണ? ആ ചോദ്യം അനാമികയുടേതായിരുന്നു. 10 തരമുണ്ട് അനാമിക. രാവിലെ മുതൽ പാർവണ അടുക്കളയിലായിരുന്നല്ലേ? അതെ. എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അനാമികയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അത്? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. ആദ്യം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോലും ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ പാർവണയുടെ മിടുക്ക് സമ്മതിക്കണം. ഞാനായിരുന്നു പാർവണയുടെ സ്ഥാനത്തെങ്കിൽ എൻ്റെ ഹസ്സിനെ ധിക്കരിക്കാൻ ഞാൻ തയ്യാറാകില്ല കേട്ടോ. പക്ഷെ പാർവണയ്ക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലല്ലോ. അനാമികയുടെ വാക്കുകൾ കേട്ട് പാർവണ വല്ലാതെയായി. അത് ഇങ്ങനൊരു സാഹചര്യം വന്നത് കൊണ്ടല്ലേ? അനാമിക എന്താ ഒന്നും അറിയാത്തതുപോലെ? അവളത് പൂർത്തിയാക്കുന്നതിന് മുൻപേ അനാമികയും ഷികയും പാർവണയുടെ മുന്നിൽ നിന്ന് പെട്ടെന്ന് മാറി നിന്നു. അപ്പോഴാണ് കിച്ചന്റെ ഡോറിന്റെ വാതിൽക്കൽ കൈയും കെട്ടി നിൽക്കുന്ന ആളെ ഒരു മിന്നായം പോലെ പാർവണ കണ്ടത്. ആദിയേട്ടൻ. അവളുടെ ചുണ്ടുകൾ വിറച്ചു. പാർവണയ്ക്കാകെ പരവേഷം തോന്നി. കൈയും കാലും മരവിക്കുന്നത് പോലെ. രാവിലെ മുതൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ പറയാൻ ആദ്യമൊന്ന് വിളിക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ പണിയുടെ പുറത്ത് പണിയായിരുന്നു. ഒന്ന് നടുനിവർത്താൻ കൂടി സമയം കിട്ടില്ല. അവന്റെ നിർവികാരമായ മുഖം കാണുകയെ അവൾക്ക് വല്ലാത്തൊരു വിറയിൽ തോന്നി. അറിയാതെ സാരി തുമ്പെടുത്ത് കഴുത്തും മുഖം തുടച്ചു. പിന്നെ ആദിയുടെ അടുത്തേക്ക് ചെന്നു. ആദിയേട്ടാ, ഞാൻ. അവൻ പെട്ടെന്ന് അവളുടെ നേരെ കൈ ഉയർത്തി കാണിച്ചു. ഇനി നടക്കാൻ പോകുന്ന പൂരം കാണാനുള്ള ഉത്സാഹത്തോടെ ഷികയും അനാമികയും അവരുടെ അടുത്തേക്ക് ചെന്നു. ആദിയുടെ കടുത്ത മുഖം കണ്ട് പാർവണയ്ക്ക് സങ്കടവും പേടിയും ഒരുപോലെ തോന്നി. അവൾ പതി അവന്റെ കയ്യിൽ പിടിച്ചു. ആദിയേട്ടാ, ഞാൻ പറയുന്നൊന്ന്. അവനവളുടെ കൈയെടുത്ത് മാറ്റി വെട്ടിത്തിരി നടന്നുപോയി. ഷികയും അനാമികയും പരസ്പരം നോക്കി. ഏട്ടത്തി ചെല്ല്, ഏട്ടൻ അങ്ങനെ പിണങ്ങിപ്പോകാൻ സമ്മതിക്കരുത്. രാവിന്റെ ആൾ ഉപദേശിച്ച് കേൾക്കാതിരുന്നതിന്റെ ദേഷ്യമാകും. എന്തായാലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ലല്ലോ. ചെല്ല് ഏട്ടത്തി. ആ ചെല്ല് പാർവണ, പോയി ആദ്യോട് സംസാരിക്കുക. പാർവണ പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അനാമിക ചിരിച്ചുകൊണ്ട് അവളെ പിടിച്ച് മുന്നോട്ട് ശക്തിയെ തള്ളി. വേച്ചുപോയി അവൾ ഡോറിൽ പിടുത്തം കിട്ടിയത് കൊണ്ട് വീണിരുന്ന് മാത്രം. അവൾ പകപ്പോടെ അനാമികയെ നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാതെ ചെല്ല്, ഷിക ഗൗരവത്തിൽ പറഞ്ഞു. പാർവണയ്ക്ക് കരച്ചിൽ വന്നു. അവൾ ആദ്യം തേടി മുന്നോട്ട് നടന്നു. അവൻ ഡൈനിങ് ഹാളിൽ തലയ്ക്ക് കൈ കൊടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്ത് ഇന്ദിര നിൽക്കുന്നുണ്ട്. എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന അവർ പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ നിർത്തി. പക്ഷേ അവസാന വാക്കുകൾ അവളുടെ കാതിൽ വീഴാതിരുന്നില്ല. നിന്റെ വാക്കിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുള്ളായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? പാർവണ പകച്ച് ഇന്ദിരയെ നോക്കി. അവർ മുഖം തിരിച്ചു. അപ്പോഴേക്കും അനാമികയും ഷികയും കൂടി അങ്ങോട്ട് വന്നു. ഹാ, ഇങ്ങനെ നിന്നാൽ എങ്ങനെയായിട്ടീ? ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, സദ്യ വിളമ്പി കൊടുക്ക്, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. ഷീക ഒരു പ്ലേറ്റ് എടുത്ത് ആദിയുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ആദിയേട്ടാ, എന്നോട് ദേഷ്യം തോന്നരുത്. ആദിയേട്ടൻ്റെ വാക്കിന് വില തരാത്തതല്ല. അടുക്കളയിലെ ചേച്ചിമാരെല്ലാം ഇന്ന് അവധിയിലായിരുന്നു. അനാമിക വന്നപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അതാ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല, അനാമിക ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ. ഛേ പാർവണ, നീ എന്തൊക്കെയാ ആദിയോട് പറഞ്ഞു കൊടുക്കുന്നത്? തിന്നാൻ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാൻ പിണങ്ങിപ്പോകാൻ തുടങ്ങിയെന്നോ? അത്ര ആർത്തിക്കാരിയാണോ ഞാൻ? എൻ്റെ വീട്ടിലെന്താ ഫുഡ് കിട്ടില്ലേ? ഞാൻ പട്ടിണിയാണോ അവിടെ? ഇങ്ങനെ എന്നെ അപമാനിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് പാർവണ ചെയ്തത്? അനാമിക പറഞ്ഞത് കേട്ട് പാർവണ പകച്ചുപോയി. ഞാൻ അങ്ങനെയല്ല അനാമിക പറഞ്ഞത്. എങ്ങനെയല്ലെന്ന്? ഏട്ടത്തി പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. രാവിലെ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞ് എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഞങ്ങളാരും ഏട്ടത്തി നിർബന്ധിച്ചിട്ടില്ലല്ലോ അടുക്കളയിൽ കയറാൻ. ഏട്ടത്തി സ്വന്തം ഇഷ്ടത്തിന് കയറിയിട്ട് ഞങ്ങളെ പറയണ്ട. നീ എന്താ ഷിക ഈ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും കൂടി നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ? പാർവണയ്ക്ക് കരച്ചിൽ വന്നു. ഷിക പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടിപ്പോയിരുന്നു. നിസ്സഹായതയുടെ ആദ്യം നോക്കി. അവനത് ഇരിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഭ്രാന്തല്ലേ? കുറച്ച് ഫുഡിന് വേണ്ടി നിങ്ങളുടെ കാല് പിടിക്കാൻ. ഞങ്ങൾ അപ്പോഴേ ഹോട്ടൽ ക്രൗൺ പാലസയിൽ പോയി അടിപൊളി ഫുഡ് കഴിച്ചു. ഹോ, വയറ് നിറഞ്ഞിട്ട് ഉറക്കം വരുന്നു. എത്ര ഐറ്റംസ് ആയിരുന്നു! ഈ അടുത്ത കാലത്തെങ്കിലും ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ അനാമിക ചേച്ചി? അതെ, അനാമിക പുഞ്ചിരിച്ചു. അവർ ഫുഡ് കഴിച്ചു എന്നുകൂടി പറഞ്ഞപ്പോൾ പാർവണ തകർച്ച പൂർണ്ണമായി. അവൾ ഒരു ആശ്രയത്തിനെന്ന പോലെ ഇന്ദിരയെ നോക്കി. അപ്പോൾ ഇവർ തന്നെ കൂട്ടി പട്ടിപ്പണി എടുക്കുകയായിരുന്നു. ആദ്യേട്ടൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. മുത്തശ്ശി പ്ലീസ് ഒന്ന് പറയും ആദ്യേട്ടനോട്. ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയതെന്ന്. മുത്തശ്ശിക്ക് അറിയാലോ എല്ലാം. അവൾ ദയനീയമായി ഇന്ദിരയെ നോക്കി. എനിക്കെന്താ അറിയാമെന്നാ നീ പറയുന്നത്? അതിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ കുറച്ച് മുന്നേ അല്ലേ വന്നത്. പക്ഷേ പക്ഷേ മുത്തശ്ശി എന്നോട് വേറൊരു പായസം കൂടി വെക്കാൻ പറഞ്ഞില്ലേ? അടപ്രഥമൻ മുത്തശ്ശിക്ക് ഇഷ്ടമില്ലെന്നും പറഞ്ഞു. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ പെണ്ണെ? വേറൊരു പായസം കൂടി വെക്കാൻ പറഞ്ഞത്രേ. ഈശ്വര, എന്തെല്ലാം ഇല്ലാക്കഥകളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. വല്ലാത്ത തൊലിക്കെട്ടി തന്നെ.
എനിക്ക് ശിഖമോള് കൊണ്ടുവന്ന് തന്ന ഫുഡ് ഞാൻ കഴിച്ചത്. കേട്ടോ ആദി, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഈ പെണ്ണ് അടുക്കളയിൽ കിടന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആദിക്ക് ഇതൊന്നും ഇഷ്ടമാവില്ലെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഇവള് പറയുകയാ അങ്ങനെ ആരുടെയും ഇഷ്ടം നോക്കി ജീവിക്കാനൊന്നും ഇവളെ കിട്ടില്ലെന്ന്. ഞാൻ പിന്നെ എന്ത് പറയാനാ? നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? പാർവണ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. എല്ലാവരും കൂടി തന്നെ ചതിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളത് തകർന്നു കഴിഞ്ഞിരുന്നു. ആദിയുടെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ ഏട്ടന് ഭാര്യയുടെ തനി നിറം. ഇവർക്ക് ആരോട് സ്നേഹമില്ല. മാത്രമല്ല അടുക്കളയിൽ കയറിയിട്ട് ആ കൊട്ട് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഏട്ടനെയും ഞങ്ങളെയും തമ്മിൽ തെറ്റിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. അല്ലെങ്കിൽ തന്നെ ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്, ഇവർ പറഞ്ഞത് എന്താണെന്ന്. ഞങ്ങൾ നിർബന്ധിച്ച് അടുക്കളയിൽ കയറ്റിയത്രേ. ഇവരെന്താ വല്ല പാവയോ മറ്റുമാണോ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ സ്വിച്ച് ഇട്ടത് പോലെ അനുസരിക്കാൻ? വേണ്ട, ഇവർ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇവരുടെ കയ്യിൽ ഫോണില്ലേ? അപ്പോൾ തന്നെ ഏട്ടനെ വിളിക്കാമായിരുന്നല്ലോ ഇവർക്ക്. എന്തേ ഇവരത് ചെയ്തില്ല? ഇവർ പറയുന്നൊന്നുമല്ല സത്യം. ഇവരുണ്ടാക്കുന്ന പുല്ലും വൈക്കോലും ഒന്നും പണ്ടേ എനിക്ക് കഴിക്കാൻ താല്പര്യമില്ല. പിന്നെയാണ് ഞാനതെൻ്റെ ഗസ്റ്റിന് കൊടുക്കാൻ പോകുന്നത്. ശിഖ അവസാനത്തെ ആണിയും അടിച്ചു. അവളുടെ പുല്ലും വൈക്കോലും എന്ന പ്രയോഗം പാർവണയെ ഒരുപാട് വേദനിപ്പിച്ചു. താൻ ഇത്രയും സമയം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അടുക്കളയിൽ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടത് ഓർത്തപ്പോൾ അവളുടെ മിഴികളിൽ നിന്ന് രക്തം പൊടിഞ്ഞു. ആദ്യം പെട്ടെന്ന് എഴുന്നേറ്റു. ഏട്ടൻ പോകുവാണോ? ഫുഡ് കഴിക്കുന്നില്ലേ? ശിഖ ചോദിച്ചു. നിനക്കെന്താ പൊന്നു, അവൻ പുറത്തുനിന്ന് കഴിച്ചോളും. അല്ലെങ്കിലും അവൻ്റെ വാക്കിന് പുല്ലുവില കൽപ്പിക്കാത്തവളുടെ ഭക്ഷണം അവനെന്തിനാ? ഇനി ഇതിൻ്റെ പേരിൽ ഇവൾ അടുത്ത മുതലെടുപ്പ് നടത്തില്ലെന്ന് ആര് കണ്ടു? മുത്തശ്ശി എന്താ ഇത്രയും കടുത്തു പറയുന്നത്? പാവം പാർവണയ്ക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ? അനാമിക ചിരിച്ചു. അബദ്ധമോ? ഇതാണോ അബദ്ധം? സ്വന്തം ഭർത്താവ് പറയുന്നത് അവൾക്ക് അനുസരിക്കാൻ വയ്യ. അവനെ പുല്ലുവില. എന്നിട്ട് അവളുടെ തെറ്റ് മറ്റുള്ളവരുടെ തല്ലിൽ കെട്ടിവെക്കുന്നു. നിനക്കറിയുമോ അമിമോളെ, ആദിയുടെ മുത്തശ്ശിയെ ഞാൻ എങ്ങനെയാ കണ്ടിരുന്നെന്ന്? ദൈവത്തെ പോലെയായിരുന്നു എനിക്ക് മനുഷ്യൻ. എന്ത് പറഞ്ഞാലും ഞാൻ മറുവാക്ക് പറയാതെ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. മൊത്തം പുരോഗമനാണല്ലോ. പക്ഷേ എന്ന് വെച്ച് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണോ? അവന് പട്ടിയുടെ വിലയെങ്കിലും കൊടുക്കണ്ടേ? ഒന്നുമില്ലെങ്കിലും താലി കെട്ടിയവനല്ലേ? ഇന്നലെ പറയുന്നത് കേട്ട് ഷികയ്ക്ക് ചിരി അടക്കി പിടിക്കേണ്ടി വന്നു. മുത്തശ്ശൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് സ്വൈര്യം കൊടുത്തിട്ടില്ലേ ഈ മുത്തശ്ശി? ആളെ വാ തുറക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? എന്തായാലും മുത്തശ്ശി തിമിർത്ത് അഭിനയിക്കുന്നുണ്ട്. അവൾ പാർവണയെ നോക്കി. ആ മുഖത്ത് രക്തമില്ലായിരുന്നു. ഇന്നലെ വീണ്ടും ആദിയെ നോക്കി. ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കും തോന്നരുത് ആദി. നിന്റെ ഭാര്യയായി വരേണ്ടത് ആമിമോളായിരുന്നു. ഇവളായിരുന്നെങ്കിൽ നിനക്കിങ്ങനെയുള്ള ഒരു അപമാനവും സംഭവിക്കില്ലായിരുന്നു. ഭർത്താവിനെ കൺകണ്ട ദൈവമായി ആരാധിച്ചേനെ ഇവൾ. ഇവളുടെ കുലീനത്വം അത് വിളിച്ചു പറയുന്നുണ്ട്. കണ്ട ചെറ്റക്കുള്ളിൽ കിടക്കുന്നവർക്കൊന്നും ആ സംസ്കാരം കാണണമെന്നില്ലല്ലോ. പാർവണയെ ഒന്നും കൂടി കുത്തിക്കൊണ്ട് ഇന്ദിര പറഞ്ഞു. ആദി അനാമികയെ നോക്കി. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. ആദിയുടെ മുന്നിൽ വെച്ചുള്ള മുത്തശ്ശിയുടെ താരതമ്യം ഷേക്ക് വലിയ ആഹ്ലാദമുണ്ടാക്കി. ഞാൻ പോകുന്നു. ആദ്യം ആരോടുന്നില്ലാതെ പറഞ്ഞ് അവൻ നടന്നു കഴിഞ്ഞിരുന്നു. ആ പോക്ക് കണ്ട് പാർവണ വിറങ്ങലിച്ചു നിന്നു. മോളെ പൊന്നു, ആ ശങ്കരനെ ഇങ്ങനെ വിളിക്കുക. ഉണ്ടാക്കിയത് അത്രയും കുഴിവെട്ടി മൂടാൻ പറയും. വെറുതെ ഈ വേസ്റ്റെല്ലാം ഇവിടെ ചീഞ്ഞു നാറണ്ടല്ലോ. ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം മുത്തശ്ശി. ശിഖ ഉത്സാഹത്തോടെ ആദിയുടെ പിറകെ വാതിൽക്കലേക്ക് പോയി. ആ നിമിഷം പാർവണയ്ക്ക് തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. എല്ലാം കുഴിവെട്ടി മൂടാമത്രേ. തൻ്റെ എത്രയോ മണിക്കൂറത്തെ അധ്വാനമാണ്. അതിനേക്കാൾ വേദനിപ്പിക്കുന്നത് ആദിയേട്ടൻ്റെ അവഗണനയാണ്. ഈ വലിയ തെറ്റിന് അദ്ദേഹം തന്നോട് ക്ഷമിക്കുമോ? പാർവണിയുടെ മിഴികളിൽ നിന്ന് ചുടുനീർത്തുള്ളികൾ അടർന്നു വീണു. നനഞ്ഞു ചുരുണ്ട കിളിയെപ്പോലുള്ള അവളുടെ നിൽപ്പ് കണ്ട് അനാമിക ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ശിഖ ഉത്സാഹത്തോടെ തൻ്റെ മുന്നിൽ കൂടി പറമ്പിലേക്ക് ഓടുന്നത് ആദ്യ കണ്ടു. അവരെ നെറ്റി ചുളിഞ്ഞു. ഒരു നിമിഷം അവൻ വാതിൽക്കൽ തന്നെ നിന്നു. 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ശിഖ ശങ്കരനെയും കൂട്ടി വന്നു. 55ഓളം പ്രായമുള്ള മധ്യവയസ്സ് കഴിഞ്ഞ ആളാണ് ശങ്കരൻ. പറമ്പിലെയും ഗാർഡൻ്റെയും പണിയുടെ മേൽനോട്ടമെല്ലാം ശങ്കരനാണ് വഹിക്കുന്നത്. അപ്പോഴേക്കും അകത്തെ ക്ലീനിങ് എല്ലാം ചെയ്യുന്ന ലീലാമ്മയെ വിളിച്ച് ഇന്ദിര പാർവണയുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ചോറും പായസവും അടക്കം കലങ്ങളോടും പാത്രങ്ങളോടും വാതിൽക്കലേക്ക് എടുപ്പിച്ചു വെച്ചിരുന്നു. ഒരാൾക്കുള്ള ചോറും കറികളും പായസവും ആരും കാണാതെ അടുക്കളയിൽ ഷെൽഫിൽ മാറ്റി വെച്ചേക്കാനും ലീലാമ്മയോട് സ്വകാര്യമായി പറയാൻ ഇന്ദിര മറന്നില്ല. ലീലാമ്മ അത് അതേപടി അനുസരിക്കുകയും ചെയ്തു. എല്ലാ വിഭവങ്ങളും കുഴിവെട്ടി മൂടാൻ പറഞ്ഞപ്പോൾ ശങ്കരന് പ്രയാസം തോന്നി. അയാളും ഫുഡ് കഴിച്ചിരുന്നില്ല. സാധാരണ മാളികയിൽ നിന്ന് തന്നെയാണ് ശങ്കരൻ ഊണ്. പക്ഷേ ഇന്ന് അവിടെ ജോലിക്കാരികളില്ലെന്ന് അറിഞ്ഞിരുന്നതിനാൽ കുറച്ചകലെയുള്ള വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ശിഖ വിളിച്ചത്. ഇതെല്ലാം കളയാനാണോ കുഞ്ഞെ? ഇത് മഹാപാവമല്ലേ? ഇത്രയും നല്ല ഭക്ഷണം കളയുകയെന്ന് വെച്ചാൽ? ശങ്കരൻ ഒരു പ്രയാസത്തോടെ ആദിയോട് ചോദിച്ചു. അയാൾ പറഞ്ഞു കേട്ട് ഇന്ദിരയുടെയും ശിഖയുടെയും അനാമികയുടെയും പിന്നിൽ നിന്ന പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അതെന്താ ശങ്കര അങ്ങനൊരു ചോദ്യം? നിന്നോട് ഞാനല്ലേ പറഞ്ഞത് അതെല്ലാം കുഴിയിലിട്ട് മൂടിയേക്കാൻ? പിന്നെ നീ എന്തിനാ ആദിയോട് ചോദിക്കുന്നത്? ഇന്ദിര ദേഷ്യത്തോടെ ശങ്കരന് നേരെ ഒച്ചയെടുത്തു. അയാൾ നിസ്സഹായതയോടെ വീണ്ടും ആദ്യം നോക്കി. ശങ്കരേട്ടൻ ഊണ് കഴിച്ചോ? ആദ്യം അയാൾ ചോദിച്ചു. ഇല്ലേ കുഞ്ഞെ,
ഇവിടെ ജോലിക്കാരില്ലായിരുന്നല്ലോ, ഞാൻ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. ശങ്കരേട്ടൻ പറഞ്ഞത് ശരിയാണ്. എന്തിൻ്റെ പേരിലായാലും ഭക്ഷണം കളയുന്നത് തെറ്റാണ്. ശങ്കരേട്ടൻ ഒരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് സഹായിച്ചേ. നമുക്കിതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കാം. ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സദ്യയല്ലേ, ഞാനും ഒന്ന് കഴിച്ചിട്ടില്ല, കൊണ്ട് കളയാം. ആദ്യ പറഞ്ഞത് കേട്ട് ശിഖയുടെയും അനാമികയുടെയും മുഖം അടിയേറ്റതുപോലെ കനത്തു. ഇന്ദിരയുടെ സ്ഥിതി വ്യത്യാസമായിരുന്നില്ല. പാർവണ ആശ്ചര്യത്തോടെ ആദ്യം നോക്കി. അവൻ്റെ ശ്രദ്ധ പക്ഷേ അവളുടെ നേരെ നീണ്ടില്ല. ഇപ്പോൾ തന്നെ എടുത്തു വെക്കാം കുഞ്ഞെ. ശങ്കരൻ മുന്നോട്ടാഞ്ഞതും ഇന്ദിര തടഞ്ഞു. അവിടെ നിൽക്ക് ശങ്കര, ഞാൻ ഇവരോടൊന്ന് ചോദിക്കട്ടെ. നീ എന്താ ആദ്യം കാണിക്കുന്നത്? നമ്മൾ ഈ ഭക്ഷണം കുഴിവെട്ട് മൂടാവാൻ തീരുമാനിച്ചതല്ലേ? ആര് തീരുമാനിച്ചു മുത്തശ്ശി? മുത്തശ്ശിയും ശിഖയും കൂടി തീരുമാനിച്ചു, അല്ലാതെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പാർവണ ഉണ്ടാക്കിയ ഭക്ഷണം കുഴിവെട്ട് മൂടാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് അവളുടെ അധ്വാനമാണ്. പക്ഷേ ഇവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടേ ആദി? അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കാൻ നിങ്ങളൊക്കെ ആരാണ് മുത്തശ്ശി? ഇവളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? ആദിയുടെ ഒറ്റ ചോദ്യത്തിൽ ഇന്ദിരയുടെ വായടഞ്ഞുപോയി. അത് പിന്നെ നിങ്ങളെപ്പോലെ എല്ലാ അധികാരങ്ങളോടും അവകാശങ്ങളോടും കൂടി ഈ ഭൂമിയിൽ ജനിച്ച ഒരുവളാണ് പാർവണയും. നിങ്ങളെന്തിനാ ഈ പെൺകുട്ടിയുടെ മേൽ ആവശ്യമില്ലാത്ത അധികാരം കാണിക്കുന്നത്? അത് അത് ആദിയുടെ ആ ചോദ്യത്തിന് ഇന്ദിരയ്ക്ക് എന്തു മറുപടി കൊടുക്കണമെന്ന് മനസ്സിലായില്ല. എന്നാൽ ഏട്ടൻ തന്നെ ഭാര്യയ്ക്ക് ശിക്ഷ കൊടുക്ക്. ഇവരെ ശിക്ഷിക്കാൻ ഏട്ടൻ അധികാരമുണ്ടല്ലോ. മുത്തശ്ശി ആദിയുടെ മുന്നിൽ പതറുന്നത് കണ്ട് ശിഖ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല പൊന്നു. പാർവണയെ ശിക്ഷിക്കാൻ എനിക്കെന്ത് അധികാരമാണുള്ളത്? അവളും എന്നെപ്പോലെ ഒരു മനുഷ്യജീവിയല്ലേ, അല്ലാതെ അവളെൻ്റെ അടിമയോ ഞാൻ അവളുടെ ഉടമയോ ഒന്നുമല്ല. സ്വന്തം ഭാര്യ കാൽക്കീഴിലാണെന്ന് വിചാരിക്കുന്ന അത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള അതപ്പതിച്ചൊരു മെയിൽ ഷോവനിസ്റ്റ് ആകാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ 18-ാം നൂറ്റാണ്ടിലുമല്ല ജീവിക്കുന്നത്. ഞാൻ പാർവണയെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അവളുടെ സന്തോഷമോ സ്വാതന്ത്ര്യമോ ഇല്ലാതാക്കാനല്ല. എൻ്റെ ഭാര്യ എന്ന നിലയിൽ അവളോട് എനിക്ക് ബഹുമാനവും സ്നേഹവുമുണ്ട്. ആർക്കും ഏത് രീതിയിലും ഈ പെൺകുട്ടിയിട്ട് തട്ടിക്കളിക്കാമെന്ന വിചാരമുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അല്ല, നിങ്ങൾ കുറേ നേരമായി ഇവൾ വലിയ എന്തോ അപരാധം ചെയ്തതുപോലെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇവൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയ്, ഇവൾ ചെയ്ത മഹാപാപം എന്താണ്? ആദിയുടെ ചോദ്യത്തിൽ ഇന്ദിര പതറി. സെർവൻസ് ഇല്ലാതിരുന്നപ്പോൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയതാണോ ആ മഹാപാപം? അതവളുടെ വലിയ മനസ്സല്ലേ. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും അടുക്കളയിൽ കയറി അവളെന്തോ കാളകൂട വിഷമാണ് പാകം ചെയ്തതെന്ന്. പക്ഷേ ആദിയുടെ വാക്കിന് പാർവണ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. അത് തെറ്റല്ലേ? അപ്പോൾ പാർവണയ്ക്ക് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ കരുതുന്നതിൽ എന്താണ് തെറ്റ്? അനാമിക ചോദിച്ചു. ആദ്യൊരു നിമിഷം അവളെ തർപ്പിച്ചു നോക്കി, പിന്നെ ചിരിച്ചു. അനാമിക ഈ വീട്ടിലെ ഗസ്റ്റാണ്, അതും എൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് വന്നത്. അതുകൊണ്ട് അനാമികയ്ക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ അനാവശ്യമായി ഈ വീട്ടിലുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനും എൻ്റെയും എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും അനാമികയ്ക്ക് എന്ത് അധികാരമെന്ന് എന്നെക്കൊണ്ട് ചോദിപ്പിക്കരുത്. അനാമിക എൻ്റെയും സുഹൃത്താണ്. സോ ആ ഒരു സ്ഥാനം തനിക്ക് എന്നും തരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് സ്വയം ചെറുതായി ആ റെസ്പെക്റ്റ് ഇല്ലാതെയാക്കരുത്. സോറി. ഞാൻ ആദ്യം അത് പറഞ്ഞതും അനാമികയുടെ മുഖം വല്ലാതെ വിളറിപ്പോയി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത്. അവൾ വിളറി വെളുത്ത് ശിഖയും ഇന്ദിരയും നോക്കി. പിന്നെ മുഖം കുരിച്ചൊരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. പാർവണയ്ക്ക് കരയാൻ തോന്നി. സത്യത്തിൽ താൻ മാത്രമാണ് തെറ്റ് ചെയ്യുന്നത് അവൾക്ക് തോന്നി. അദ്ദേഹം ഇത്രയൊക്കെ ഈ വീട്ടിലുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടും ആ വാക്കുകൾക്ക് കറിവേപ്പിലയുടെ വില പോലും താൻ കൊടുത്തില്ല. എന്നിട്ടും എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം തന്നെ പൊതിഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഭർത്താവെന്ന നിലയിൽ അദ്ദേഹം വിജയിച്ചവനാണ്. സ്നേഹവും ബഹുമാനവും കൊണ്ട് ഭാര്യ ഈ പെണ്ണിൻ്റെ മനസ്സ് കീഴടക്കുന്നവനാണ്. പക്ഷേ താനോ ഭാര്യ എന്ന നിലയിൽ ഒരു സമ്പൂർണ്ണ പരാജയവും. പിന്നെ എന്തിനാടാ ഇത്രയും നേരം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അഭിനയിച്ചത്? നീ ഞങ്ങളെ കളിയാക്കുകയായിരുന്നല്ലേ? ഇന്ദിര രോഷത്തോടെ ആദ്യം നോക്കി. ഞാൻ ആരെയും കളിയാക്കാറില്ല മുത്തശ്ശി. ഒരു മനുഷ്യനെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനും പരിഹസിക്കാനും ശ്രമിക്കാറുമില്ല. പക്ഷേ നിങ്ങൾ പാർവനോട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. മാത്രമല്ല ഈ നാടകം എവിടെ വരെ പോകണമെന്ന് എനിക്കറിയാമായിരുന്നു. ഏട്ടൻ ഞങ്ങളെ പരിഹസിക്കുക തന്നെയാണ്, അതും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇവരുടെ തലയണമന്ത്രത്തിന്റെ ശക്തി അത്രയ്ക്കുണ്ടല്ലേ? ശിഖ ഉച്ചത്തിൽ ആക്രോശിച്ചു. തൻ്റെ സർവ്വ പ്ലാനുകളും തകർന്ന നിരാശയിലും ദേഷ്യത്തിലും താൻ എന്താണ് വിളിച്ചു പറയുന്ന ബോധം പോലും അവൾക്കുണ്ടായിരുന്നില്ല. ശിഖ! ആദിയുടെ സ്വരം രൂക്ഷമായി. നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഇതാണോ നിന്റെ സംസ്കാരം? സ്വന്തം ഏട്ടന്റെ മുന്നിലാണോ നീ ഇങ്ങനെയൊക്കെ? ഛേ! അവന്റെ ദേഷ്യം കലർന്ന മുഖം ശിഖയിൽ ഭീതി ഉളവാക്കി. ആദ്യം തന്നെ വെറുക്കുമോ എന്ന ഭയമായിരുന്നത്. അവളുടെ മുഖം കുനിഞ്ഞു. പാർവനയോടുള്ള പക അവളുടെ ഹൃദയത്തിൽ എരിഞ്ഞു. എല്ലാം ഇവൾ കാരണമാണ്. തൻ്റെ ഏട്ടൻ തന്നോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങിയത് പോലും ഒരു അശനിപാതം പോലെ ഇവൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. എങ്ങനെയും ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. എല്ലാം എടുത്തു വെച്ചോളൂ ശങ്കരേട്ടാ.
ആദി ശങ്കരനോട് പറഞ്ഞതും അയാൾ ഉത്സാഹത്തോടെ എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ തുടങ്ങി. പാർവണയെ നോക്കിയ ശേഷം ആദി അടപ്രഥമന്റെ കലം പൊക്കിയെടുത്തു. ഞാൻ എടുത്തോളാം കുഞ്ഞേ, ശങ്കരൻ ഭവ്യതയോട് പറഞ്ഞു. അത് സാരമില്ല. അകത്തെ ഡൈനിങ് ടേബിളെല്ലാം എടുത്തു വയ്ക്കാൻ ശങ്കരനെ സഹായിച്ച ശേഷം ആദി ഇന്ദിരയെ നോക്കി. മുത്തശ്ശി വരുന്നോ? നമുക്ക് കഴിക്കാം. മുത്തശ്ശിയുടെ ഫേവറേറ്റ് അല്ലേ അടപ്രഥമൻ? എൻ്റെ പട്ടി വരും നിന്റെ കെട്ടിലമുണ്ടായത് കഴിക്കാൻ, ഇന്ദിര ഒച്ചയിട്ടു. അതിന് മുത്തശ്ശിക്ക് പട്ടിയുണ്ടോ? ആദി കൂസലില്ലാതെ ചിരിച്ചു. ഇന്ദിരയ്ക്ക് ദേഷ്യം ആള് കത്തി. പക്ഷേ അവർ പല്ല് കടിച്ച് സഹിച്ചു. ഇനിയും ഇവന്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവനും ഓരോന്ന് പറയും. അപ്പോഴും ജയിക്കുന്നത് പാർവണയാകും. അത് വേണ്ട, മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അടപ്രഥമൻ ഇന്ദിരയുടെ ഫേവറേറ്റ് ആണെന്ന് ആദ്യം പറഞ്ഞത് കേട്ടപ്പോൾ പാർവണയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു. ശങ്കരേട്ടൻ ഇരിക്കുക. അയ്യോ വേണ്ട കുഞ്ഞെ, ഞാൻ പിന്നെ ഇരുന്നോളാം. പിന്നെയോ? അതെന്തിനാ ഇവിടെ വന്നിരിക്കുക? അല്ല കുഞ്ഞെ, അത് ഇനി എനിക്ക് ദേഷ്യം വരും. ആദിയുടെ സ്വരം ഗൗരവത്തിലായതും ശങ്കരൻ ഇരുന്നു. ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത ശങ്കരന് വിളമ്പി. ഞാൻ എടുത്തോളാം കുഞ്ഞെ. അല്ല, കുഞ്ഞ് കഴിക്കുന്നില്ലേ? നമ്മൾ ഒരുമിച്ചാ കഴിക്കുന്നത്. എനിക്കും വിശക്കുന്നുണ്ട്. പറഞ്ഞിട്ട് തൻ്റെ അരികിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന പാർവണയെ അവനെ നോക്കി. ഇങ്ങ് വാ. തന്നെയാണ് വിളിച്ചെന്ന മട്ടിൽ അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. പിന്നെ കണ്ണുകൾ തുടച്ച് അടുത്തേക്ക് ചെന്നു. ഇരിക്ക്. രാവിലെ മുതൽ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടതല്ലേ, നല്ല വിശപ്പ് കാണും. എനിക്ക് വേണ്ട. ആദിയുടെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ അവൾക്ക് ആ വാചകം മുഴിപ്പിക്കാനായില്ല. അവൾ പതിയെ അവൻ്റെ അരികിലിരുന്നു. ശങ്കരന് വിളമ്പിക്കൊടുത്ത പോലെ അവൻ പാർവണയ്ക്ക് വിളമ്പിക്കൊടുത്തു. അവന് ഫുഡ് എടുത്തു കൊടുക്കാൻ പാർവണയുടെ ഹൃദയം വെമ്പി. പക്ഷേ പരിഭ്രമവും ടെൻഷനും കൊണ്ട് അവൾക്കൊന്നിനും കഴിഞ്ഞില്ല. ആദിയുടെ മുഖത്താണെങ്കിൽ നല്ല ഗൗരവവും. ഇവിടെ വേറെ ജോലിക്കാർ ആരെങ്കിലും ഉണ്ടോ ലീലച്ചേച്ചി? ഫുഡ് കഴിക്കാതെ ഇരിക്കുന്നവരായി ഇന്ദിരയുടെ അടുത്തുനിന്ന് ലീലാമ്മയോടെ അവർ ചോദിച്ചു. ഇല്ലേ കുഞ്ഞെ, ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ ചേച്ചിയും കൂടി വന്നിരിക്കേ. ലീലാമ്മ ഇന്ദിരയെ നോക്കി. സദ്യയുടെ ആഗ്രഹമുണ്ടെങ്കിലും ലീലാമ്മയെ ജോലിക്കെടുത്തത് ഇന്ദിരയായതുകൊണ്ട് അവരെ പിണക്കാൻ ലീലാമ്മ തയ്യാറായിരുന്നില്ല. എനിക്ക് വേണ്ട കുഞ്ഞെ, ഞാൻ കുറെ മുന്നേ വീട്ടിൽ പോയി കഴിച്ചു. ഇന്ദിരയാണെങ്കിൽ പല്ല് കടിച്ചു. അവർക്ക് അവിടെ നടക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പറമ്പിലെ പണിക്കാരനായ ശങ്കരനെ തങ്ങൾ കഴിക്കുന്ന ഡൈനിങ് ടേബിൾ പിടിച്ചിരുത്തിയതും ആഹാരം വിളമ്പിയതും ജോലിക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഔട്ട് ഹൗസിലെ ഓട്ടുപുരയിലാണ്. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ആദ്യയുടെ മുന്നിൽ വില പോവില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അവൻ എന്ത് പറഞ്ഞാണെങ്കിലും തൻ്റെ നാവിൻ്റെ മുനയൊടിച്ച് കളയും. നിനക്ക് ഫുഡ് വേണ്ടേ പൊന്നോ? അനാമികയും വന്നിരിക്കുക. ആദ്യ ചോദിച്ചതും ശിഖ മുഖം വെട്ടിത്തിരിച്ചു. അവൻ വെറുതെ ചിരിക്കുക മാത്രം ചെയ്തു. അപ്പോഴേക്കും കഴിച്ചു തീരായ ശങ്കരന് അവൻ പായസം വിളമ്പിക്കൊടുത്തു. എന്താ നോക്കിയിരിക്കുന്നത്, കഴിക്ക്, അവൻ പാർവണയോട് പറഞ്ഞു. ആദ്യമായിട്ടും കഴിക്കുന്നില്ലേ? അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു. കഴിച്ചോളാം. ആ സ്വരത്തിൽ ഒരു നിർവികാരതയുണ്ടെന്ന് പാർവണയ്ക്ക് തോന്നി. ഇത്രയൊക്കെ ഒപ്പിച്ച തന്നോട് എന്തായാലും ദേഷ്യം കണക്കാതിരിക്കില്ല. പിന്നെയും അവന് ദേഷ്യം പിടിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൻ വിളമ്പിയ ഭക്ഷണം അത്രയും കഴിച്ചു തീർത്തു. മാത്രമല്ല രാവിലെ മുതലുള്ള അധ്വാനം കാരണമാവും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും ശങ്കരനും കഴിച്ച് എഴുന്നേറ്റിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ശങ്കരേട്ടാ ഫുഡ്? ആദ്യം ചോദിച്ചു. സത്യം പറയാലോ കുഞ്ഞെ, ഈ അടുത്ത കാലത്തേക്ക് ഞാൻ ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്താ ഈ മോളുടെ ഒരു കൈപുണ്യം? ശങ്കരൻ മനസ്സ് നിറഞ്ഞ് പറഞ്ഞു കേട്ടപ്പോൾ പാർവണയുടെ ഹൃദയം ആർദ്രമായി. ഇതുവരെ നല്ല വാക്കുകളൊന്നും ജീവിതത്തിൽ കേൾക്കാൻ ഇടയായിട്ടില്ല. എല്ലാം സംഭവിച്ചത് ഈ ഒരാളുടെ കൂടെ വന്നപ്പോൾ മാത്രമായിരുന്നു. ആദി ഇന്ദിരയെ നോക്കി. കേട്ടോ മുത്തശ്ശി, ശങ്കരേട്ടൻ എൻ്റെ ഭാര്യയുടെ കൈപുണ്യത്തെക്കുറിച്ച് പറഞ്ഞത്? ഹോ, ഇതൊക്കെ മുത്തശ്ശിയുടെ വാക്കും കേട്ട് കുഴിവെട്ടി മൂടിയിരുന്നെങ്കിലോ? ഇന്ദിര ആദിയെ നോക്കി മുഖം വെട്ടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തു വെച്ചു. അപ്പോഴേക്കും പാർവണ കഴിച്ചു കഴിഞ്ഞിരുന്നു. കുറച്ചുകൂടി കഴിക്കുക പറഞ്ഞുകൊണ്ട് ആദി അവളുടെ പ്ലേറ്റിലേക്ക് ചോറിടാൻ തുടങ്ങിയതും അവൾ പരുങ്ങലോടെ തടഞ്ഞു. വേണ്ട, വയറ് നിറഞ്ഞു. ശരി, എന്നാൽ പായസം കഴിക്കുക. അവൾക്ക് തടയാൻ കഴിയുന്നതിന് മുന്നേ അവൻ അടപ്രഥമൻ കോരി ഒഴിച്ചു കൊടുത്തു. അത് കഴിക്കുമ്പോൾ പാർവണയ്ക്ക് വയറും ഹൃദയവും ഒരുപോലെ നിറഞ്ഞതുപോലെ തോന്നി. ആദ്യം തൻ്റെ പ്ലേറ്റിലേക്ക് ചോറിടാൻ തുടങ്ങുമ്പോഴാണ് അലൻ അങ്ങോട്ടേക്ക് ഓടിക്കയറി വന്നത്. അയ്യോ, പണി കിട്ടിയടാ. അലൻ ആദിക്കരികിൽ ഓടിച്ചെന്നു. എന്താടാ, ഇന്ന് ആരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയത്? ആദ്യം ചിരിച്ചു. എൻ്റെ പൊന്നാദ്യം ഒന്നും പറയണ്ട, കുറച്ചു നേരമായൊരു മുൾമുരക്കിലാണ്. നീ കാര്യം പറയും. എടാ, എൻ്റെ പ്രൊഫസർ നാരായണമൂർത്തി സാർ വന്നിട്ടുണ്ട്. ഇന്നലെ ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്തു. നാളെ തിരിച്ചു പോകും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ റീനൽ സർജറി ഉണ്ടായിരുന്നു രാവിലെ. അതിനുവേണ്ടി അദ്ദേഹത്തെ പ്രത്യേകമായി വിളിച്ചു വരുത്തിയതാണ്. പ്രൊഫസർ നാരായണമൂർത്തി ആദിക്ക് പരിചയമുണ്ടായിരുന്നു. ലോകപ്രശസ്തനായ നെഫ്രോളജിസ്റ്റാണ് അദ്ദേഹം. സയൻറ്റിസ്റ്റും വൈദ്യശാസ്ത്ര രംഗത്ത് നിരന്തരം വിലയേറിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ പല ബുക്കുകളും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. പക്ഷേ മൂക്കിൻ തുമ്പത്താണ് ദേഷ്യം എന്ന് കേട്ടിട്ടുണ്ട്. ആരെയും വകവയ്ക്കാത്ത ഒരാൾ. അദ്ദേഹം അതിന് നീ എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? എടാ, സർജറി കഴിഞ്ഞ മുതൽ തുടങ്ങിയതാണ് പ്രശ്നം. ഒരു ഹോട്ടലിലെ ഫുഡ് അങ്ങേർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു 4-5 ഹോട്ടൽ കയറിയിറങ്ങി. അവസാനം സദ്യ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ പാരഗണിൽ കൊണ്ടുപോയി. അവിടുത്തെ 12 തരം കറിയും പായസവും ഫേമസ് അല്ലേ?
പക്ഷെ ഇങ്ങേർക്കുണ്ടോ ഇഷ്ടപ്പെടുന്നു, അവിയലിന് ഉപ്പ് പോരാ, പാവയ്ക്ക് കയ്പ്പ് പോരാ, സാമ്പാർ വെള്ളം പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജോലിക്കാരെ ചീത്ത പറയാൻ തുടങ്ങി. നിർത്തുന്നില്ല. അതെങ്ങനെയാ, വയസ്സ് 10 65 കഴിഞ്ഞില്ലേ, ഇനി ദുർവാസാവ് തന്നെ. എനിക്കെന്ത് കണ്ടകശനിയാണാവോ. എന്നോട് പറയുകയാണ് കട്ടിപ്പരിപ്പിന് കട്ടി പോരെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആദ്യക്ക് ശരി വന്നു. ഞാൻ എന്ത് പറയാനാ, മനഃപൂർവ്വം മോശം ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് എന്നോടും ചൂടായി. ദേ ഇപ്പോൾ മുഖം വീർപ്പിച്ച് പുറത്ത് കാറിൽ ഇരിപ്പുണ്ട്. ഇതുവരെ കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. അനൻ പാർവയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ പൊന്നു കൊച്ചേ, എന്തെങ്കിലും ഇരിപ്പുണ്ടോ? സർജറി കഴിഞ്ഞതുപോലെ ഉടമസ്ഥൻ്റെ പിറകെ പട്ടി ഓടുന്ന പോലെ ഞാൻ അങ്ങേരുടെ പിറകെ ഓടുകയാണ്. ഇതുവരെ ഒന്നും വയറ്റിലോട് ചെന്നിട്ടില്ല. അതെങ്ങനെയാ, അങ്ങേര് കഴിക്കാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. കറക്റ്റ് സമയത്താണ് നീ വന്നത്. ഇവിടെ കുറച്ച് ഫുഡ് ഇരിപ്പുണ്ട്, നിനക്കും അദ്ദേഹത്തിനും കഴിക്കാനുള്ളത് കാണും. ആദ്യം പറഞ്ഞു. ഞാനും ഉണ്ണാൻ തുടങ്ങുന്നതേയുള്ളൂ, നീ അദ്ദേഹത്തെ വിളിക്ക്, ഒരുമിച്ച് കഴിക്കാം. അലൻ ആശ്വാസത്തോടെ നിശ്ചയിച്ചു. പാർവണ പരിഭ്രമത്തോടെ നോക്കി. പക്ഷെ അല്ലുവേട്ടാ, പുള്ളി വലിയ ആളാണെന്നല്ലേ പറഞ്ഞത്. ആൾക്ക് ഞാനുണ്ടാക്കിയ ഫുഡൊക്കെ ഇഷ്ടപ്പെടുമോ? അതിനെന്താ കൊച്ചേ, കൊച്ചു വെച്ച ഫുഡ് ഞാൻ കഴിച്ചിട്ടുള്ളതല്ലേ, അപാര ടേസ്റ്റാണ്. അലൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ചുമ്മാ ഓരോ മണ്ടത്തിനും വിളിച്ച് പറയില്ല അല്ലുവേട്ടാ. പ്രൊഫസർ നാരായണമൂർത്തി അല്ലുവേട്ടൻ്റെ ഗുരുവല്ലേ, എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത പോലെയാണ് സംസാരം. ഷിക പരിഹാസത്തോടെ ചോദിച്ചു. മനസ്സിലായില്ല. അലൻ്റെ നെറ്റി ചുളിഞ്ഞു. അല്ല, അദ്ദേഹം ഒരു ദിവസം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ വന്നിരുന്നു. എന്താ ഗാംഭീര്യം, എന്താ സ്ട്രിക്ട്നെസ്. ആള് സാധാരണ ഒന്നിലും ഒതുങ്ങുന്ന ടൈപ്പേ അല്ലെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടുത്തെ കൊടികെട്ടിയ ഡോക്ടേഴ്സെല്ലാം ഇങ്ങേരുടെ മുന്നിൽ നിന്ന് വിറയ്ക്കുമായിരുന്നു. 4 5 ഹോട്ടലുകാർ വിചാരിച്ചിട്ടും തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്ത അദ്ദേഹത്തെ ഇവളുണ്ടാക്കിയ സാധാ ഭക്ഷണം കൊണ്ട് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്നാ വിചാരിക്കുന്നത്. അട്ടർ ഫൂളിഷ്നെസ് ആണത്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനം മടുത്ത് കണ്ണുപൊട്ടുന്ന ചീത്തയും പറഞ്ഞ് അദ്ദേഹം സ്ഥലം വിടും. നോക്കിക്കോ, നാണക്കേട് ഞങ്ങൾക്ക് മാവും. ഷിക പരിഹാസത്തോട് ചിരിച്ചു. പാർവണിക്ക് നല്ല പരിഭ്രമം തോന്നി. അത് നീയാണോ തീരുമാനിക്കുന്നത്? ആദിക്ക് ദേഷ്യം വന്നു. അതേ ദേഷ്യത്തോടെ അവൻ ഷികയെ നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഏട്ടന് ഇതൊന്നും ഇഷ്ടപ്പെടില്ലെന്നറിയാം, എങ്കിലും വെറുതെ നാണം കഴിയേണ്ടെന്ന് വെച്ചിട്ട് ഒരു മുന്നറിയിപ്പ് തന്നതാണ്. ഷിക പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അനാമയുടെ മുഖം പ്രകാശിച്ചു. ആദിയുടെ കുറച്ചു മുന്നുള്ള സംസാരത്തിൽ ആകെ വശം കെട്ട് നിൽക്കുകയായിരുന്നു അവൾ. ആ പ്രൊഫസർ വന്ന് ഫുഡ് രുചിച്ചിട്ട് കഴിക്കാതെ പോയാൽ പാർവണ നാണം കെടും. അപ്പോൾ തൻ്റെ ഈ സങ്കടത്തിന് ഒരു ശമനം കിട്ടും. അവൾ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ഇന്നേക്കും ഒരു പ്രതീക്ഷ തോന്നി. കേട്ടിടത്തോളം ആ പ്രൊഫസർ ഒരു വട്ടനാണ്. പാർവണയുണ്ടാക്കിയ ഫുഡ് രുചിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങേർക്ക് പിടിക്കണമെന്നില്ല. ഹോ, അങ്ങേരത് കഴിച്ചിട്ട് 2 ചീത്തയും പറഞ്ഞു പോരുന്നെങ്കിൽ ഇവളുടെ അഹങ്കാരത്തിനൊരു ശമനം വന്നേനെ. ആദിയുടെ ഭാര്യ നാമജപവും നിന്നേനെ. അവനും ഒന്ന് നാണം കെടണം. ഇന്ദിര മനസ്സിൽ കണക്ക് കൂട്ടി. അവർ കൊച്ചുമകളെ നോക്കി. ആ മുഖം കണ്ടപ്പോൾ അവളും അത് തന്നെയാണ് പ്രതീക്ഷിച്ചതെന്ന് തോന്നി. നീ പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവാ, ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എന്തായാലും അങ്ങേരൊരു മനുഷ്യൻ തന്നെയല്ലേ, നമുക്ക് നോക്കാലോ. ആദി അലനോട് പറഞ്ഞു. കേട്ട പതി കേൾക്കാത്ത പതി അലൻ നേരെ പുറത്തേക്ക് ഓടി. കാറിൽ നിന്നിറങ്ങിയ പ്രൊഫസർ നാരായണമൂർത്തി ആരോഗ്യ ദൃഢഗാത്രനായ ഒരു 65കാരനായിരുന്നു. നന്നേ വെളുത്ത നിറം, നരച്ച മുടിയിഴകൾ, താടിയും നരച്ചിട്ടുണ്ട്, ഗൗരവം സ്ഫുരിക്കുന്ന കണ്ണുകൾ, മുഖത്ത് ഒരു ചെറിയ ചിരി പോലുമില്ല. ചുറ്റുമുള്ള എല്ലാത്തിനോടും ഒരു ദേഷ്യമുള്ളത് കണക്കാണ് അദ്ദേഹം നടക്കുന്നത് പോലും. ആദ്യം എഴുന്നേറ്റ് ചെന്ന് കൈകൂപ്പി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഗൗരവത്തിൽ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഇത് ആദിശേഷ്, എൻ്റെ ഫ്രണ്ടാണ് സർ. വലിയ ബിസിനസ്സുകാരനാണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഓണറാണ്. എനിക്കറിയാം. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂത്ത് എൻ്റർപ്രനറുള്ള അവാർഡ് വാങ്ങിച്ചയാൾ. പക്ഷേ താനൊരു സിനിമാ നടനേക്കാൾ സുന്ദരനാണല്ലോ. എന്നിട്ടെന്തേ ബിസിനസ്? ഫിലിം ഫീൽഡ് മതിയായിരുന്നു. ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അഭിനയം വശമില്ല സാർ, അതുകൊണ്ടാണ്. ജീവിതത്തിലോ പ്രൊഫഷനിലോ? രണ്ടിലും. ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രൊഫസർ അവനെ ആകെ കണ്ണുകൾ കൊണ്ട് ഒന്നിഴിഞ്ഞു. അലൻ ഓരോരുത്തരെയും പ്രൊഫസർക്ക് പരിചയപ്പെടുത്തി. ഇത് പാർവണ, ആദിയുടെ വൈഫാണ്. ഈ പെൺകുട്ടി ആദിക്ക് ചേരില്ലല്ലോ. കണ്ടാൽ തന്നെ അറിയാം ലോകപരിചയം വളരെ കുറവാണെന്ന്. പ്രൊഫസർ തന്റെ കട്ടിക്കണ്ണടയിലൂടെ പാർവണയെ പരുക്കനായി നോക്കി. അവളുടെ മുഖം മങ്ങി. കേടുനിന്ന് ഷേക്കും അനാമിക്കും വലിയ ആളാണെന്ന് തോന്നി. തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞെങ്കിൽ എന്താ, ഇനി പാർവണയ്ക്കുള്ള പണി പ്രൊഫസർ കൊടുത്തോളും. അവളുടെ പേരിൽ ആദ്യം നിന്ന് നാണം കെട്ടത് തന്നെ. സ്വഭാവത്തിന്റെയും സാമ്പത്തിന്റെയും കാര്യത്തിൽ നിങ്ങളും ഈ പെൺകുട്ടിയും ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് ആദി. നിങ്ങൾ എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. സാർ പറഞ്ഞത് ശരിയാണ്. ഞാനും പാർവണയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് സ്വഭാവത്തിൽ. ഇവളൊരു പാവമാണ്, ഞാൻ അങ്ങനെയല്ല. എനിക്ക് മനുഷ്യരെ മനസ്സിലാകും, അവരിലെ നന്മയും കുടിലതയും. പിന്നെ ഓപ്പോസിറ്റ് അട്രാക്ട് എന്നല്ലേ, വിപരീത ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുന്നു. പിന്നെ സമ്പത്ത്. സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവൾ അതിസമ്പന്നയാണ്. എനിക്കതായിരുന്നു വേണ്ടതും. ആദ്യം പറഞ്ഞത് കേട്ട് പാർവയുടെ മുഖത്ത് സങ്കടവും സന്തോഷവും കൂടിക്കലർന്നൊരു ഭാവം തെളിഞ്ഞു. താൻ അവനോട് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന കുറ്റബോധം അപ്പോഴും അവളെ വേദനിപ്പിച്ചു. ആലൻ ഒരു പുഞ്ചിരിയോടെ എല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു. പ്രൊഫസർ ഒന്നും പറഞ്ഞില്ല, വെറുതെ തലകുലുക്കുക മാത്രം ചെയ്തു. ആദിയും അലനും പ്രൊഫസറും കൂടിയാണ് ഭക്ഷണത്തിനിരുന്നത്.
കൂട്ടുകാർ രണ്ടുപേരും കൂടി തന്നെ വിളമ്പി. പാർവണ ഒരരികിൽ നിന്നതേയുള്ളൂ. ആരാണ് ഫുഡ് ഉണ്ടാക്കിയത്? പ്രൊഫസറിന്റെ മുഴക്കമുള്ള ശബ്ദം പാർവണയിൽ ചെറിയ ഞെട്ടലുണ്ടാക്കി. അലനിലും. ആദിക്ക് പക്ഷേ കൂസലൊന്നും ഉണ്ടായില്ല. ഷികയും അനാമികയും ഇന്ദിരയും തങ്ങൾ ഉദ്ദേശിക്കുന്ന കാഴ്ച കാണാൻ പ്രതീക്ഷയോടെ നിന്നു. പാർവണയാണ്. ആദി പറഞ്ഞു. അതേ ഗൗരവത്തിലുള്ള അദ്ദേഹം മൂളി. അലനും ആദിയും കൂടി പ്രൊഫസറിന് ചോറ് കൂടാതെ കറികളെല്ലാം വിളമ്പിക്കൊടുത്തു. 3 പേരും കഴിക്കാൻ തുടങ്ങി. അദ്ദേഹം സാമ്പാർ ഒഴിച്ച് ചോറും അവിയലും തോരനും കൂട്ടി കുഴച്ചു കുറച്ച് വായിൽ വെച്ചു. അത് കഴിച്ചതിന് ശേഷം വീണ്ടും ഒരു പിടി കൂടി വായിൽ വെച്ച് കഴിച്ചു നോക്കി. പെട്ടെന്ന് ആ മുഖം കടുത്തു. അദ്ദേഹത്തിന്റെ മുഖം മാറുന്നത് കണ്ട് പാർവണ പരിഭ്രമത്തോടെ നോക്കി. പെട്ടെന്ന് പ്രൊഫസർ അതീവ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് അലനെ ക്രുദ്ധനായി നോക്കി. എന്ത് മര്യാദക്കേടാണിത്? നീ എന്നോട് കാണിച്ച ഒട്ടും ശരിയായില്ല. ഇതാണോ നിന്റെ ഗുരുഭക്തി? ആദിയും അലനും അമ്പരന്നു പോയി. എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല. അവർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റതും ഷികയും അനാമികയും ഇന്ദിരയും നിറഞ്ഞ ചിരിയോടെ കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. പാർവണ നിസ്സഹായതോടെ ആദിയെ നോക്കി. എന്താ സാർ, എന്തു പറ്റി? ഫുഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അലൻ അന്താളിപ്പോടെ ചോദിച്ചു. ആദ്യ എപ്പോഴും ഭാവഭേദങ്ങളില്ലാതെ നിൽക്കുകയായിരുന്നു. പ്രൊഫസർക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. അതിനിപ്പോൾ ചാകാൻ പറ്റുമോ എന്ന ഭാവമായിരുന്നു ആദിക്ക്. പക്ഷേ തൻ്റെ മുത്തശ്ശിയുടെയും ഷികയുടെയും അനാമികയുടെയും മുഖത്തെ വിജയഭാവം അവൻ അസ്വസ്ഥതയുണ്ടാക്കി. ഫുഡിനല്ല കുഴപ്പം, നിനക്കാണ്, പ്രൊഫസർ പറഞ്ഞു. എനിക്കോ? ഞാനെന്ത് ചെയ്തു? അലൻ അന്തം വിട്ടു. എടാ മണ്ട, ഇത്രയും സ്വാദിഷ്ടമായ ഫുഡ് കിട്ടുന്ന ഇവിടം നിനക്ക് പരിചയമുണ്ടായിട്ടാണോ ഈ ഹോട്ടൽ മുഴുവൻ നീ എന്നെ ഇട്ട് ഓടിച്ചത്? ബ്ലഡി ഫുൾ. ഞാൻ അടുത്തെങ്കിലും ഇത്രയും നല്ല സദ്യ കഴിച്ചിട്ടില്ല. ഹോ! അലൻ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു പോയി. ആദ്യം ചിരിച്ചു. പാർവണയ്ക്ക് ശ്വാസം നേരെ വീണത്. ഷികയുടെയും അനാമികയുടെയും മുഖത്ത് രക്തമില്ലായിരുന്നു. ഇന്ദിരയുടെയും അവസ്ഥയും അത് തന്നെയായിരുന്നു. അവർക്കാർക്കും പാർവണയുടെ നേരെ നോക്കാൻ തന്നെ കഴിഞ്ഞില്ലേ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പ്രൊഫസർ മതിയാവുകയോളം സദ്യ കൊണ്ടു. അടപ്രഥമനും പരിപ്പ് പായസവും വയറ് പൊട്ടുന്നതുവരെ കഴിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു നിന്നു. കൂടെ ആദിയും അലനും കഴിച്ചു. കൈ കഴുകിയിട്ട് വന്ന പ്രൊഫസർ പാർവണയെ അടുത്ത് വിളിച്ചു. മോളിങ് വന്നേ. അവൾ പരിഭ്രമത്തോടെയാണ് അടുത്ത് ചെന്നത്. മോളെ, ഇന്ന് നീ കാരണം ഞാൻ സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത്. അന്നദാനം മഹാദാനം എന്നാണ് പറയപ്പെടുന്നത്. കാരണം വേറെന്തു കൊടുത്തും മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. പണമോ സ്വർണമോ രത്നമോ ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചേക്കാം. പക്ഷേ അന്നത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. വിശപ്പ് കെടും വരെ സംതൃപ്തി കഴിച്ചു കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞേ പറ്റൂ. ഒരു മനുഷ്യൻ്റെ സംതൃപ്തിക്ക് ഒത്തവിധം ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കാനും എല്ലാവർക്കും കഴിയില്ല. അതിന് വലിയൊരു മനസ്സും ഈശ്വരാനുഗ്രഹം വേണം. പാചകം എന്ന അത്ഭുത കല കയ്യിലുണ്ടാവണം. ഇതെല്ലാം നിനക്കുണ്ട് മോളെ. നീ ശരിക്കും അന്നപൂർണയാണ്, പ്രൊഫസർ പാർവണയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സ് നിറഞ്ഞുപോയി. കേട്ടോ ആദി, ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ വീട്ടേക്ക് കേട്ടോ. ഈ പെൺകുട്ടി നിന്റെ ഭാഗ്യമാണ് കുഞ്ഞെ. നിനക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. എത്ര ലോകം കണ്ടവനാ ഞാൻ. ഒരുപാട് ജീവിത പരിചയമുണ്ട്. ഞാൻ പറയുന്നു, ഇവളുടെ സ്നേഹം നിനക്കുള്ള കവചമാണ്. നിന്റെ എല്ലാ സമ്പത്തിനെയും മീതിയാണ് ഇവളെന്ന സൗഭാഗ്യം. പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ടോ ആദിയുടെ നിറക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു. ആദി പ്രൊഫസർ പറഞ്ഞത് കേട്ട് വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എൻ്റെ പെങ്ങള് കൊച്ചാ സാറ് ഇത് പറയുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു. അലൻ പറഞ്ഞു. നീ മിണ്ടരുത് മരം മണ്ടൻ. എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മണ്ടനാണ് നീ. പ്രൊഫസർ ദേഷ്യത്തിൽ അലൻ്റെ നിറക്ക് കൈ ചൂണ്ടി. സത്യം, അങ്ങേർക്ക് കാര്യം മനസ്സിലായി. ആദ്യം എൻ്റെ ചെവിയിൽ പറഞ്ഞു. പോടാ. അലൻ്റെ മുഖം വീർത്തു. മുറജപ സദ്യക്ക് പോയി വയറ് നിറയെ കഴിച്ചിട്ട് തൃപ്തിപ്പെട്ട ബ്രാഹ്മണന്റെ ആനന്ദാവസ്ഥയിലായി ഞാൻ മോൾക്കിപ്പോ എന്താ തരിക? പ്രൊഫസർ പാർവണന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട സാർ. സാർ എന്നെക്കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ തന്നെ ധാരാളമാണ്. അങ്ങേപ്പോലൊരു വലിയ മനുഷ്യൻ, അതും ഒരുപാട് രോഗികളുടെ ജീവൻ രക്ഷിക്കുന്ന ആള്, വെറും നിസാരയെ എന്നെ അഭിനന്ദിക്കാൻ മനസ്സ് കാണിച്ചല്ലോ. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ നിധിയാണ് ഈ അംഗീകാരം. സാറിൻ്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക്, മറ്റൊന്നും വേണ്ട. പാർവണ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പി. പ്രൊഫസർക്ക് അവളോട് വലിയ വാത്സല്യം തോന്നി. അലൻ, ആ കാറിൽ ഒരു കവർ ഇരിപ്പുണ്ട്, നീ അതിങ്ങ് എടുത്തുകൊണ്ട് വന്നേ. അലൻ ഞൊടിയിടയിൽ പോയിട്ട് വന്നു. പ്രൊഫസർ കവർ തുറന്നു അതിമനോഹരമായ ഒരു ചെപ്പ് പുറത്തെടുത്തു. അതിൽ ചുവപ്പും വെള്ളയും ഡയമണ്ടുകൾ പതിപ്പിച്ച ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. ദാ മോളെ, ഞാനിത് എൻ്റെ മകൾക്ക് വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ ഇതിപ്പോൾ നിനക്ക് തരാനാണ് എനിക്ക് തോന്നുന്നത്. നീ ഇത് വാങ്ങ്. പാർവണ അന്താളിച്ചു പോയി. അയ്യോ സാർ, എനിക്കൊന്നും വേണ്ട. ഞാനിതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ വിചാരിക്കരുത്. അതിന് നീ ഇത് ആഗ്രഹിച്ചെന്ന് ആര് പറഞ്ഞു മോളെ? ഇതെൻ്റെ സന്തോഷമാണ്. നീ ഇത് കഴുത്തിലിടൂ. പാർവണ നിസ്സഹായതയോടെ ആദ്യം നോക്കി. നിഷേധിച്ചാൽ പ്രൊഫസർ പിണങ്ങുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. പാർവണ പറയുന്നത് ശരിയല്ലേ സാർ? എന്തിനാണ് ഇത്രയും വിലയേറിയ നെക്ലേസൊക്കെ? അതും സാർ മകൾക്ക് കൊടുക്കാൻ വെച്ചിരുന്നതല്ലേ? പിന്നെ പാർവണയ്ക്ക് അങ്ങനെ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിക്കൊടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം വാങ്ങിക്കൊടുക്കുന്നത് ഒരു ഭർത്താവിൻ്റെ സ്നേഹം, അതായിക്കോളൂ. പക്ഷേ ഞാൻ കാണിക്കുന്നത് ഒരച്ഛൻ്റെ സന്തോഷമാണെന്ന് വിചാരിച്ചാൽ മതി. ഈ കുട്ടിയോട് എനിക്ക് മകളെപ്പോലെ സ്നേഹം തോന്നുന്നു.
ഈ സമ്മാനം ഇവൾക്ക് കൊടുക്കുമ്പോൾ ഈ വയസ്സിന് അല്പം സന്തോഷം കിട്ടുമെങ്കിൽ നിങ്ങളെല്ലാവരും അത് നിഷേധിക്കുന്നത് എന്തിനാണ്? ഞാനിവിടെ നിന്ന് വിഷമത്തോടെ പഴകിയിറങ്ങണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ആദിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. പ്രൊഫസർ വീണ്ടും ആ നെക്ലേസ് നീട്ടി. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അത് വാങ്ങി. അത് കഴുത്തിലിടും മോളെ, ഒന്ന് കാണട്ടെ. പാർവണ അതനുസരിച്ചു. മനോഹരമായ മാല അവളുടെ സുന്ദരമായ കഴുത്തിൽ വെട്ടിത്തിളങ്ങി. പാർവണയ്ക്ക് കൈവന്ന അപ്രതീക്ഷിത ഭാഗ്യം കണ്ട് ഷികയും അനാമികയും പുകഞ്ഞു നിൽക്കുകയായിരുന്നു. അനാമികയ്ക്ക് അസൂയും സങ്കടവും സഹിക്ക വയ്യാതെയായി. എന്നാലും ഇത്ര വിലയേറിയ നെക്ലേസ് അവൾക്ക് കിട്ടിയല്ലോ, അതും തങ്ങൾ കാരണം. കുറെ കൂടി പാർവണയെ പുകഴ്ത്തിട്ട് പ്രൊഫസർ യാത്ര പറഞ്ഞ് വാതിൽക്കലേക്ക് ഇറങ്ങി. ആദിയും പാർവണയും പിറകെ ചെന്നു. നാശം പിടിക്കാൻ, എല്ലാ പ്ലാനും കുളമായി. ഇത്രയും നേരം വിശന്നിരുന്ന കാഴ്ച കാണുന്നത് വെറുതെ. ആ നഷ്ടവിളിപ്പോൾ വലിയ ആളായി. ഇന്നെനിക്ക് ദേഷ്യം വന്നു. അല്ല, മുത്തശ്ശി കഴിച്ചില്ലേ? ഇതുവരെ ഞാൻ പാഴ്സൽ തന്നല്ലോ. ഷികയുടെ ആ ചോദ്യം കേട്ടുകൊണ്ടാണ് പാർവണയും ആദിയും അലനും തിരികെ അകത്തേക്ക് കയറിയത്. ഇല്ല, മുറിയിലെടുത്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഴും. പറഞ്ഞിട്ട് ഇന്ദിര തിരിയുമ്പോഴാണ് അയ്യോ എന്നുള്ളൊരു കരച്ചിൽ കേട്ടത്. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അനാമിക വയർപ്പൊത്തി പിടിച്ച് നിലവിളിക്കുകയായിരുന്നു.